ഐഫൽ ടവറിനെക്കുറിച്ചുള്ള ചില വസ്തുതകൾ. ഐഫൽ ടവർ 1889 മാർച്ച് 31 പൂർത്തിയായി. 1930 ന്യൂയോർക്ക് സിറ്റിയിലെ ക്രിസ്റ്റൽ ബിൽഡിംഗ് പൂർത്തിയാകുന്നത് വരെ 40 വർഷക്കാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായിരുന്നു ഇത്. ഐഫൽ ടവറിൻ്റെ നിർമ്മാണത്തിന് 2 വർഷവും 2 മാസവും 5 ദിവസവും വേണ്ടി വന്നു. ഇത് പാരീസിലെ മറ്റൊരു വലിയ ആകർഷണമായ നോത്രഡാമിനേക്കാൾ 180 വർഷം കുറവായിരുന്നു. ഐഫൽ ടവർ നിർമ്മിക്കുമ്പോൾ അത് 20 വർഷത്തേക്കായിരുന്നു ആദ്യമായി തീരുമാനിച്ചിരുന്നത്. പിന്നെ അത് ഒരു വയർലെസ് ടെലിഗ്രാഫ് ട്രാൻസ്മിറ്ററായി ഉപയോഗിക്കുകയായിരുന്നു. ഐഫൽ ടവറിന് പിന്നിലെ എഞ്ചിനീയറും വാസ്തുശില്പിയുമായിരുന്ന ഗുസ്താവ് ഐഫൽ പനാമ കനാലിൻ്റെ നിർമ്മാണത്തിലും പങ്കാളിയായിരുന്നു. അത് ഒരു സമ്പൂർണ്ണ ദുരന്തമായി അവസാനിക്കുകയും പിന്നീട് US പദ്ധതി 1904 ഏറ്റെടുക്കുകയും 1914 കനാൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ജർമ്മൻ അധിനിവേശ കാലത്ത് ടവറിൻ്റെ ലിഫ്റ്റ് കേബിളുകൾ മുറിച്ചുമാറ്റി ടവർ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തില്ല. നാസി പട്ടാളക്കാർ പിന്നീട് ഒരു സ്വസ്തികയെ മുകളിൽ ഘടിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് വളരെ വലുതായതിനാൽ പറന്നു പോവുകയും പിന്നീട് ഒരു ചെറിയ സ്വസ്തിക സ്ഥാപിക്കേണ്ടി വരികയും ചെയ്തു. ആകെ 1665 പടികൾ ഐഫൽ ടവറിലുണ്ട്. മിക്ക ആളുകളും മുകളിലേക്ക് ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. തണുത്ത കാലാവസ്ഥയിൽ ടവർ ഏകദേശം 6 ഇഞ്ചായി ചുരുങ്ങുന്നു. ഇന്ന് ഐഫൽ ടവർ പ്രതിവർഷം 7 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന 2ാമത്തെ സ്മാരകമായി മാറുന്നു. ഐഫൽ ടവർ ഓരോ വർഷവും പെയിൻറ്റ് ചെയ്യാൻ 60 ടൺ പെയിൻറ്റ് ഉപയോഗിക്കുന്നു എന്നതാണ് കണക്ക് കൂട്ടൽ. ഇത് ഐഫൽ ടവറിനെ കുറിച്ചുള്ള ചില വസ്തുതകളാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.